ഗൈസ്, മൈ ഡിയർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ആതിരപ്പള്ളിയിലേക്കാണ്. സമയം ഇപ്പോൾ 6:23. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്തട്ടെ. വണ്ടി രാവിലത്തെ അവസ്ഥ ക്ലീനാക്കിയിട്ടുണ്ട്. ഫോഗ് ഫുള്ള് വൈസറിൽ മൂടിയത് കാരണം നമുക്ക് അധികം കാണാൻ പറ്റില്ലെന്ന് വിചാരിക്കുന്നു. രാവിലെ ആയത് കാരണമാണ് ഇങ്ങനെ ഫോഗ് ഭയങ്കരമായിട്ട് വൈസറിൽ കയറി വെക്കുന്നത്. അങ്ങനെ രാവിലെ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. മോർണിംഗ് ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന് അധികം അടിക്കില്ല ഈ വേനൽക്കാലത്ത്. അതുപോലെ തന്നെ എറണാകുളത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ അവിടെ നിന്ന് വരിക. 6:45 ആകുമ്പോഴേക്കും 6:40 ആകുമ്പോഴേക്കും എത്തും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളാ സമയത്ത് എത്തുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ സമയം 6:26. സ്ഥലം എല്ലാവർക്കും അറിയാമെന്നായിരിക്കുന്നു. നമ്മൾ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന വ്ളോഗിങ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. എന്നാൽ അനുകരിക്കരുത് എന്ന് ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു സമയത്തിൽ കുറച്ചിങ്ങനെ കയറി കഴിയുമ്പോൾ ആ ഫോഗൊക്കെ ഒന്ന് പോയി കെട്ടിന് നമുക്ക് കാണാൻ പറ്റും വൈസറിൽ നിന്ന്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ആ ഒരു സമയത്ത് നമ്മൾ സംസാരിക്കും കൂടി ചെയ്യുമ്പോൾ ആ വേപ്പർ വന്ന് അടിയണതാണ്. സോ ഇപ്പം എല്ലാം ശരിയായി എന്ന് വിചാരിക്കുന്നു. പെട്രോൾ അടിക്കണം, 2 കട്ടേക്കാട്ടേ ഉള്ളൂ. ഫോണെടുത്ത് നേരെ മൗണ്ടിലേക്ക് വെക്കട്ടെ. നമുക്കിനി അവിടെ വെച്ച് വേണമല്ലേ. നമ്മളതിനിപ്പോൾ മറ്റേ മണ്ണൂത്തിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കയറി വന്നു. ഇവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക. പിന്നെ മൈക്കിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. കാരണം ഇതിലേക്ക് മൈക്ക് വേറെ കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ ആതിരപ്പള്ളിയിലേക്കുള്ള വഴിയിലേക്ക് കിടന്നിരിക്കുകയാണ്. ചാലക്കുടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടുള്ള ആ വഴിയില്ല. അപ്പോൾ അവിടെ എത്തി. നമ്മുടെ കൂടെ 3 വണ്ടി ഉണ്ടായിരുന്നു, 3 സൂപ്പർ ബൈക്ക് ഉണ്ടായിരുന്നു. അവർ നമ്മുടെ മുന്നേ പോയി. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത് അതൊരു കവാസാക്കി തന്നെയാണ്. കവാസാക്കി വേഴ്സസ് 1000 എന്ന് പറയുന്നൊരു ബൈക്കാണ്. അതിന് മുമ്പ് ഒരു C900ഉം ഡുകാട്ടിയും പോയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഒരു കോളേജാണ്. അതുപോലെ ഇപ്പുറത്ത് കാണുന്നതും സയൻസ് സെൻറ്റർ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. എനിക്കറിയില്ല കൂടുതലായിട്ട് അതിനെക്കുറിച്ച്. പിന്നെ ഒരുപാട് റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ആതിരപ്പള്ളിയിൽ എനിക്ക് തോന്നുന്നു വെള്ളം തീരെ കുറവാണെന്ന് തോന്നുന്നു. ഈ വേനൽക്കാലമല്ല, അതിൻ്റെ ഒരു ഇതായിട്ട് ജൂൺ ജൂലൈ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും മഴയൊന്ന് ശക്തിപ്പെടും. ഈ ഒരു സമ്മർ സീസണിൽ ഒരുപാട് ചൂട് അനുഭവപ്പെട്ടു. അതിൻ്റെ ഒരു ഫലമായിട്ട് പ്രളയം പോലുള്ള സംഭവങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗൈസ്, അതിനിടയിൽ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അത് കാരണം തന്നെ വീഡിയോ സ്റ്റോപ്പായി ഇടയിൽ വെച്ചിട്ട്. അതുകൊണ്ട് വീഡിയോസ് കുറേ ഉണ്ടായിരുന്നു, 1.5 GB, 2 GB, 3 GB ഒക്കെ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തപ്പോൾ ഒന്ന് ശരിയായി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ പോയി, ഫ്രണ്ടിലേക്ക് പോയി. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. പോണ വഴിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആനേനെ കാണാം, അല്ല മൃഗങ്ങളെ എന്തിനെങ്കിലും കാണാൻ പറ്റും. പോണ വഴിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം. കാരണം ഞാൻ 2 വട്ടം ഈ അടുത്ത് വന്നപ്പോഴൊന്നും ആനേനെയോ വേറെ ഒന്നിനെയൊന്നും കാണാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ആതിരപ്പള്ളിയിലെ എല്ലാവരും വരാൻ കൊതിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത്. എല്ലാവരും റൈഡ് വരുന്നത് ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ്. ഈ വഴി ഉണ്ടല്ലോ, പ്രത്യേക ഒരു വൈബാണ് നമുക്ക് തരുന്നത്. ഈ രാവിലെ സമയത്താണെങ്കിൽ പോലും ഭയങ്കര ഒരു രസമാണ് ഇതിൽ കൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഉച്ച സമയത്താണെങ്കിൽ പോലും ഒരു രസമാണ് ഇതിൽ കൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേരും രാവിലെ ഇവിടെ വരാൻ താല്പര്യപ്പെടുന്നതും. പിന്നെ മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാറുള്ളത് ഈ കടയിൽ നിന്നാണ്. എപ്പോൾ ഈ വഴി വന്നാലും
മിക്കവാറും കഴിക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. ഇത് കാണുന്നതാണ് ചുവന്ന വാഗ എന്ന് പറയുന്നത്. അതിനെന്താ പറയുക, ഇംഗ്ലീഷിലെനിക്ക് പേരറിയാൻ പാടില്ല. റെഡ് ലഗൂണാണ്, അങ്ങനെന്തോ ആണെന്ന് തോന്നുന്നു. പേൻ പാർക്കാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എന്താണ് എന്താണ് ഡാം കാര്യങ്ങൾ. ഇവിടെയാണ് മറ്റേ എന്താ പറയുക, തൂക്കുപാലമൊക്കെ ഇല്ലേ, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ്. ഇതൊക്കെ എലിഫന്റ് ക്രോസിങ് സൂണാണ് കേട്ടോ. ഓടിച്ചും കണ്ടും പോയാലേ എല്ലാ ആനയും വന്ന് ഇടിച്ചിട്ട് പോകും. ഈ കണ്ടിന്യൂസ് ആയി ക്യാമറ ഓൺ ആയിരിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് GB കൂടുതലായിരിക്കും. ഫ്രഷ് ആനപ്പണ്ടം പൊളി GB കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് ഫുള്ളാവാൻ ഒരു കാരണമാവും. ഈ വഴി വരുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ സൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആനേനെ തന്നെയാണ്. വല്ലപ്പോഴും വല്ല പുലിയോ അല്ല കടുവേനൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. പുലീനെയൊക്കെയാണ് മിക്കവരും അതിൽ കൂടെ വരുമ്പോൾ കണ്ടേക്കണത്. ഈ വഴി വരുമ്പോൾ ഒരു പ്രത്യേക രസമായിട്ടാണ്. റൈറ്റ് സൈഡിൽ നമുക്കൊരു മല കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ ഈന്തപ്പനയുടെ തോട്ടം കാണാൻ പറ്റും. നമ്മളീ പോകുന്ന വഴിയും ഈന്തപ്പനയുടെ തോട്ടങ്ങൾ നിരവധി കാണാൻ പറ്റും. ഇഷ്ടംപോലെ പട്ടികൾ കാണുന്നുണ്ട്. ഇതിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, അതുകൊണ്ട് ആക്സിഡൻറ്റ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈന്തപ്പനയുടെ തോട്ടമാണ്. കാണുന്നതൊക്കെയാണ് ഈന്തപ്പന സംഭവങ്ങളൊക്കെ. അത് ഈ ആതിരപ്പള്ളി വരുമ്പോൾ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു ഇത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ആനയെന്ന് ഞങ്ങളും കണ്ടത്. നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടുന്ന് പുഴ കാണാൻ പറ്റും. ഈ പുഴയിൽ മുതല കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ആ കാണുന്നൊരു പാലം ഉണ്ടല്ലോ, അതിലാണ് എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ നിർത്താറ്. കൂട്ടത്തിൽ വന്നവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. സമയമായപ്പോൾ ഭയങ്കര ഭംഗിയുണ്ടല്ലേ കാണാൻ. വെള്ളം തീരെ കുറവാണ്, എന്നാലും അത്യാവശ്യം വെള്ളം ഉണ്ടെന്നും പറയാം. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും, മലയാറ്റൂർ. വെറ്റിലപ്പാലം എന്നാണ് ഈ പാലത്തിന് പറയാം. മിക്ക സൂപ്പർ കാറുകളും ഇവിടെ നിർത്തിയിട്ടൊക്കെയാണ് ഫോട്ടോ എടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാറ്. എത്ര ക്ലാരിറ്റിയിൽ കിട്ടുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഭയങ്കര ഭംഗിയുണ്ട് ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്തായാലും ആ ചെടിയും ആ ഒരു റിവറൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഭംഗിയാണിപ്പോൾ. പിന്നെന്താ പറയുക, രസമായിരുന്നു രാവിലെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. ഇവിടെയും കാണാൻ പറ്റും അതിൻ്റെ ഒരു ഭാഗം. ഇനി ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വണ്ടികൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വണ്ടി നിഞ്ച 300. അതുപോലെ തന്നെ നമുക്കൊരു ഡുഗാട്ടി കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന കവാസാക്കിയുടെ C900 ആണ്. അതിൻ്റെ ഇപ്പുറം ഇരിക്കുന്നതാണ് വേഴ്സീസ് 1000 എന്ന് പറയുന്നത്. തീരെ കുറവാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു ട്രയംഫും പോയി. ഇപ്പോൾ ഫ്രണ്ടിൽ പോകുന്നത് CBRൻ്റെ 650 എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. ആ വണ്ടിയിൽ എനിക്ക് തോന്നുന്നു അക്ര പോയിച്ചിൻ്റെ ഒരു എക്സോസ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്താ പറയുക, മൊത്തത്തിലൊരു കളർഫുൾ റൈഡായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതിൽ പോയിക്കൊണ്ടിരിക്കുക ട്രയംഫിൻ്റെ 400 ആണ്. നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു. പുതിയ വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ് ട്രയംഫിൻ്റെ 400 എന്ന് പറയുന്നത്. നല്ല പവറും എല്ലാം ഒരുമിച്ച് കിട്ടുന്നൊരു വണ്ടിയാണ്. സോ എടുക്കുന്നവർക്ക് ബെറ്റർ ഒരു ഓപ്ഷനാണ്. ബജാജിൻ്റെ ഏറ്റവും നല്ലൊരു കൊളാബറേഷൻ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്. ഈ ഒരു ബെൻഡില്ലേ, ഈ ഒരു ബെൻഡിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മൂക്കും കുത്തി നിലത്ത് കിടക്കണ്ടായിരുന്നു. കിടത്തിയെടുത്തായിരുന്നു, വണ്ടി ഒന്ന് ചെരിഞ്ഞു പോയി.
അതുകൊണ്ട് ഇവിടുത്തെ ബെൻഡുകളൊക്കെ ഇത്തിരി ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വരാൻ ശ്രമിക്കുക. കാരണം ഭയങ്കര വളവായിട്ടുള്ളതാണ്, ശരിക്കും ഒരു ഹെയർ പിന്നൊക്കെ പോലെ. സോ വണ്ടി എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് ഓടിക്കാൻ നോക്കുക. ഈ വഴിയുണ്ടല്ലോ, ചുമ്മാ അടിപൊളി വഴിയാണ് കേട്ടത്. വണ്ടി വേറെ വൈബ് തന്നെ കേട്ടോ. നമ്മൾ ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലും കട്ടയ്ക്ക് കൂടെ നിൽക്കും മൂപ്പര്. ചാലക്കുടി, അങ്കമാലി, തൃശ്ശൂർ, നേരെ നമ്മുടെ കൂടെ വന്ന കുറച്ച് പേര് അവർ എറണാകുളം ആ സൈഡിലേക്ക് കുറേ പേര് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന അവരെ കുറിച്ചായിരുന്നു. എന്നാലും ഇത് ഡ്രീം വേൾഡാണ്. തിരക്കൊന്നും കാണാനില്ല. വണ്ടർല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലൊരു തീം പാർക്ക് കേരളത്തിലുള്ളത് ഡ്രീം വേൾഡ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നല്ലൊരു തീം പാർക്ക് വേറെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഉള്ളൊരു കൺക്ലൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ആതിരപ്പള്ളിയിലേക്ക് ഏത് സീസണിൽ വേണമെങ്കിലും റൈഡിന് വരാം എന്നുള്ളതാണ്. ഇപ്പോൾ വന്നപ്പോൾ പോലും അത്യാവശ്യം വെള്ളം നമ്മളവിടെ കണ്ടിരുന്നു. എന്നിരുന്നാലും നല്ല ഒഴുക്കൊന്നുമില്ലെങ്കിലും ഒരു ഭംഗിയുണ്ടായിരുന്നു അതിന്. ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏത് വണ്ടിയും കൊണ്ട് വേണേലും വരാം. ആനയൊക്കെ ഒന്ന് ഇറങ്ങുന്ന സ്ഥലമാണ്. കൂടുതലായിട്ട് വൈകുന്നേരങ്ങളിൽ രാവിലെ നേരത്തെയൊക്കെ കാണാറ് സാധാരണ. ഇന്നെന്തോ ഭാഗ്യത്തിന് ആനേനെ കണ്ടില്ല, ആനപ്പിണ്ടം മാത്രമേ കണ്ടുള്ളൂ. പിന്നെ പറയാനുള്ളത് അവിടെ ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിങ്ങിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം ഞാൻ അതിന് പോയിട്ടില്ല. പക്ഷെ ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടിയൊരറിവ്. ആ പെണ്ണുമ്പോൾ കയറിയതുണ്ട വണ്ടി പോലും നോക്കാണ്ട് കയറിയത്. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. മൊത്തത്തിലുള്ള കാഴ്ചകൾ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാരണം മെയിനായിട്ടുള്ള സ്ഥലം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചാലക്കുടിയിലേക്ക് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ക്യാൻ എൻഡ് അപ്പ് ഹിയർ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.